തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വിധിയെ എഴുതുക തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും 7 ജില്ലകൾ. ശബരിമല സ്വർണ്ണക്കടത്ത് മുതൽ MLA-യുടെ സ്ത്രീപീഡന കേസ് വരെ ചർച്ചയായി. ആദ്യഘട്ടത്തിൽ നിർണായകം തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDA LDF പോരാട്ടം തന്നെ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നാളെ 7 ജില്ലകൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. വളരെ സജീവമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ ഈ 7 ജില്ലകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അവിടെ സ്വർണ്ണക്കൊള്ള മുതൽ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ത്രീപീഡന കേസ് ഉൾപ്പെടെ എത്തി നിൽക്കുന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലം കടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്നത്. വിവരങ്ങൾ. നിലിമ, രാഷ്ട്രീയ കേരളത്തിൻ്റെ മനസ്സിൻ്റെ പകുതി വിധിയെഴുത്ത് നടത്താൻ ഇനിയൊരു രാത്രിയുടെ ദൂരം മാത്രമാണുള്ളത്. അതിനുശേഷം കേരളത്തിൻ്റെ പകുതി ജില്ലകൾ, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ വിധിയെഴുത്ത് ആരംഭിക്കും. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളാണ്. അടിക്കടി ഉയർന്നു വന്ന വിവാദങ്ങളാണ്. സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിപക്ഷമായ UDF-ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ കൂടി സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനൊപ്പമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായി ഏറ്റവും അധികം ചർച്ചയായ വിഷയങ്ങളിൽ നിന്ന് ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ സ്ത്രീ പീഡന കഥകളുമാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളുമാണ്. ഇതിൽ 3 മുന്നണികളുടെയും ഒരു സ്റ്റാൻഡിങ്, ഒരു നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒന്ന് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട നാണക്കേട് മറയ്ക്കാനും അതോടൊപ്പം തന്നെ വോട്ടർമാരുടെ മുന്നിൽ മുഖം രക്ഷിക്കാനും ഒക്കെയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പീഡന പരാതികൾ പരമാവധി ഉപയോഗിക്കുന്ന LDF സർക്കാരിനെ നമുക്കൊരു വശത്ത് കാണാം, LDF മുന്നണിയെ ഒരു വശത്ത് കാണാം. എങ്ങനെയെങ്കിലും ആ ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വരുന്ന മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 7 ജില്ലകൾ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.